ഒരു അഹങ്കാരം കുറച്ചിട്ട് നിലത്ത് നിന്ന് ജീവിക്കും. ഈ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യാതൊരു കഴിവില്ലാത്ത ശ്വേതാ മേനോനുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു? ആ കുട്ടി നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പെൺകുട്ടിയാണ്. അത്രയും ദിവസം കാത്തിരിക്കേണ്ട കാര്യം അൻസിബയ്ക്കില്ല. മനസ്സിലായോ? സത്യം മാത്രമേ എന്നും തെളിയുകയുള്ളൂ, അത് മനസ്സിലാക്കുക. അങ്ങനെ ടിനി ടോമിന് വീണ്ടും കേസ് വന്നിരിക്കുകയാണ്. കണക്കായിപ്പോയി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ടിനി ടോമിന്റെ അഹങ്കാരമൊക്കെ നമ്മൾ കണ്ടതാണ്. ടിനി ടോമിനെതിരായിട്ട് അൻസിബ ഒരു കേസ് കൊടുത്തപ്പോൾ ടിനി ടോം ഒത്തുതീർപ്പിന് തയ്യാറായില്ല. അൻസിബയും മറ്റുള്ള പ്രവർത്തകരും ടിനി ടോമിനോട് സംസാരിച്ചപ്പോൾ ഒന്നും ഒത്തുതീർപ്പിന് ടിനി ടോം തയ്യാറായിരുന്നില്ല. അപ്പോൾ ടിനി ടോം പറഞ്ഞ എന്താണ്? അൻസിബ മാപ്പ് പറയണമെന്നാണ് ടിനി ടോം പറഞ്ഞത്. അത്രയും അഹങ്കാരം എന്താണ് ടിനി ടോം പറഞ്ഞതിന്റെ പേരിലാണ് അൻസിബ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പൊ എവിടെ കിടക്കുന്നു കാര്യങ്ങൾ? ഒരു സൂചി കൊണ്ടെടുക്കാവുന്നതാണ് ഇപ്പൊ തൂമ്പ കൊണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം വരുമ്പരായികൾ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ അൻസിബ എന്ന് പറയുന്ന നടി ടിനി ടോം അൻസിബയ്ക്കെതിരായിട്ട് കുറച്ച് സംസാരം പ്രചരിപ്പിച്ചു. അതായത് എന്താണ് വർഗീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടിനി ടോം ഈ അൻസിബയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു മറ്റുള്ളവരോട് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു കേസാണ് അൻസിബ നമ്മുടെ കടവന്തര സ്റ്റേഷനിലാണ് ഈ അൻസിബ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ കടവന്തര പോലീസുകാർ ഈ അൻസിബയുടെയും നീന കുറുപ്പിന്റെയും അതുപോലെ ടിനി ടോമിന്റെയും മൊഴിയെടുത്തു. അപ്പോൾ ഇവരെല്ലാവരും എന്താണ് അൻസിബ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. തന്റെ പരാതിയും കൊടുത്ത് ഈ മൊഴിയെടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതുപോലെ നീന കുറുപ്പും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടിനി ടോമിനെയും മൊഴിയെടുത്താണ്. അപ്പോൾ എന്തുകൊണ്ട് കേസെടുത്തില്ല കടവന്തര പോലീസുകാർ? എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ളതാണ് ഈ അൻസിബയുടെ ചോദ്യം. അപ്പോൾ കടവന്തര പോലീസുകാർ ആ കേസ് എടുക്കുകയും ആ കേസിന്റെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു കേസ് വരില്ലായിരുന്നു. അതുപോലെ ടിനി ടോമിനും അത് ഒത്തുതീർക്കാമായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നതാണ് കാര്യങ്ങളെന്ന് വിശദീകരിച്ച് ഒരു ഒത്തുതീർപ്പിലാക്കാമായിരുന്നു. സഹപ്രവർത്തകർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അത് ഇവിടെ കൊണ്ട് തീരണമെന്ന് വിചാരിച്ചാൽ അവിടെ കൊണ്ട് തന്നെ തീർന്ന് കിട്ടിയേനെയും. അപ്പോഴല്ല ഈഗോയാണ്. ഞാൻ എന്നൊരു ഭാവമാണ് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എങ്ങനെ താഴ്ന്നു കൊടുക്കും? ഞാൻ എങ്ങനെ മറ്റുള്ളവരെക്കാളും ഞാൻ ഇങ്ങനെ താഴ്ന്നു കൊടുക്കും? അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ അൻസിബ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കടവന്തര പോലീസുകാരോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ടിനി ടോമിനെതിരായിട്ട്. എന്തുകൊണ്ട്? ആ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളൊന്നും അവിടെ കൊണ്ട് തീർക്കാൻ കഴിവുള്ള ഒരാൾ പോലും ആ അമ്മ സംഘടനയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതായത് ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ സിനിമാക്കാരുടെ ഇടയിലാണ് ആദ്യമേ ഈ അൻസിബ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്, അതായത് ടിനി ടോം അൻസിബയ്ക്കെതിരായിട്ട് കുറച്ച് കുപ്രചരണം നടത്തി എന്നുള്ളതാണ് അൻസിബയുടെ ഒന്നാമത്തെ ആരോപണം. വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണം ഈ ടിനി ടോം പറഞ്ഞു നടന്നു എന്നുള്ളതായിരുന്നു അൻസിബയുടെ ഒന്നാമത്തെ പരാതി. അതുപോലെ തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ 2-3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പരാതി അമ്മയിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയിലുള്ള അംഗങ്ങളെ പ്രസിഡന്റ് സഹിതമുള്ള ഭാരവാഹികളെ അല്ലെങ്കിൽ മറ്റുള്ള അംഗങ്ങളെ എല്ലാവരോടും ബോധിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് നടക്കേണ്ടത്? അവിടെ പ്രസിഡന്റായ ശ്വേതാ മേനോനും മറ്റംഗങ്ങളും ചേർന്ന് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ അടുത്ത വർഷമാകട്ടെ ശ്വേതാ മേനോൻ പറഞ്ഞ ഒരു വാക്കാണ്. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇവിടെ അമ്മയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അമ്മയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള രീതിയിൽ കൂടെ ഒരു നിരുത്തരവാദിത്തപരമായിട്ടാണ് ആരുടെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദിത്തമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു, സംസാരങ്ങളായിരുന്നു ഈ ശ്വേതാ മേനോന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് കൊള്ളാവുന്ന ഒരു കാര്യമല്ല. ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അവിടെ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ഖജാൻജിയുണ്ട്, മറ്റംഗങ്ങളുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു? അമ്മയിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മയിൽ പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ള ഒരു ഫീൽഡിലും നടക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോ ജനങ്ങൾക്ക് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനങ്ങൾക്കും അതറിയാം. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് കടവന്തര പോലീസ് സ്റ്റേഷനിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി ടിനി ടോമിനെതിരായിട്ട് കേസെടുക്കാൻ. അപ്പോൾ ഈ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താൻ ഇത് നിയമപരമായിട്ട് നേരിടുക തന്നെ ചെയ്യും, ഏതറ്റം വരെയും താൻ പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങൾ അൻസിബ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ കുട്ടി പറയുന്ന ഭാഗത്തൊന്നും തെറ്റില്ല. ഓരോ ആൾക്കാരും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അൻസിബയുടെ ഭാഗത്താണ് ന്യായം, അതാണ് ശരി. അത് മാത്രമേ നടപ്പിലാകുകയുള്ളൂ. സത്യം മാത്രമേ എന്നും തെളിയുകയുള്ളൂ. അത് മനസ്സിലാക്കുക. സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. മറ്റുള്ള ഒരു കാര്യങ്ങളും നിലനിൽപ്പില്ല, താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും
നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഈ അൻസിബയുടെ പേരിലുള്ള ഗൂഢാലോചന പല കാര്യങ്ങളിലെ ആൾക്കാർ കൊണ്ടിരുന്നത്. ലക്ഷ്മി പ്രിയയുടെ കഴിവില്ലാത്ത ഈ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യാതൊരു കഴിവില്ലാത്ത ശ്വേതാമേനോനുണ്ട്. ശ്വേതാമേനോനും വാ തുറന്നാൽ ശ്വേതാമേനോൻ ഒരു വാക്ക് പറയാൻ അറിയില്ല. എങ്ങും തൊടയാതെയാണ് സംസാരിക്കുന്നത്. ഒരു പ്രസിഡന്റ് സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തി എങ്ങും തൊടാതെ സംസാരിച്ചാൽ അത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പരാതി പറഞ്ഞ അൻസിബയുടെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ടിനി ടോമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാത്ത രീതിയിൽ എങ്ങും തൊടാതെ, അതായത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടിയാണ് ഈ ശ്വേതാമേനോൻ നിന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല. അതായത് ആരുടെ ഭാഗത്താണോ ന്യായം, ആരുടെ ഭാഗത്താണോ സത്യമുള്ളത്, എവിടെയാണോ നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത്, അത്തരത്തിലുള്ള ഒരു കമ്മിറ്റി ആണെങ്കിൽ മാത്രമേ, അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ, അത്തരത്തിലുള്ള ഒരു സംഘടനയാണെങ്കിൽ മാത്രമേ സംഘടന മുമ്പോട്ട് പോകുകയുള്ളൂ. അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനം വൻ ശക്തിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. മറ്റുള്ള ഗ്രൂപ്പിനേക്കാളും അല്ലെങ്കിൽ മറ്റുള്ള സംഘടനക്കാളും ഒക്കെ സാമ്പത്തികമായിട്ട് മുമ്പോട്ട് നിൽക്കുകയും സംഘടന വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി തന്നെ അല്ലെങ്കിൽ വളരെ അംഗീകരിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന. അവിടെ എല്ലാവരും തന്നെ പണമുള്ളവരാണ്, എല്ലാവരും തന്നെ കോടീശ്വരന്മാരാണ് എന്നുള്ള വിവരം നമുക്കറിയാം. അത്തരത്തിലുള്ളൊരു സംഘടനയാണ് ചെറിയൊരു കാര്യം തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് പറയുന്ന ഒരു പരാതി കൊടുക്കുമ്പോൾ ശ്വേതാമേനോൻ തുടങ്ങിയ അമ്മയിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അമ്മയിലുള്ള നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ, അതായത് അമ്മയിലുള്ള ഭാരവാഹികൾ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അൻസിബ ഒട്ടും മടിച്ചില്ല. അൻസിബ കടവന്തറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. അപ്പോൾ ഈ കേസൊന്ന് മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറായില്ല. അതാണ് അൻസിബയുടെ പരാതി. ഇപ്പോഴത്തെ കോടതിയിൽ അൻസിബ കൊടുത്തിരിക്കുന്ന പരാതി അതാണ്. കടവന്തറ പോലീസ് സ്റ്റേഷനിൽ താൻ കൊടുത്ത പരാതി നിയമപരമായിട്ട് അവർ രജിസ്റ്റർ ചെയ്യുകയോ ഈ കേസിന്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തനിക്ക് നീതി നേടിത്തരണം എന്നുള്ള ഒരു പരാതിയാണ് എറണാകുളം മജിസ്ട്രേറ്റ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം കടവന്തറ പോലീസ് സ്റ്റേഷന് നിർദ്ദേശം നൽകി ടിനി ടോമിനെതിരെ കേസെടുക്കാൻ.